ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള SCRT 10ാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി നാമകരണം ഐസോമെറിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മഞ്ചേരി എയ്സിലെ LPUP ക്രാഷ് ബാച്ചിലാണുള്ളത്. ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് ക്രാഷ് ബാച്ച് എങ്ങനെയുണ്ടെന്ന് അറിയാൻ നമുക്ക് അവരുടെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് അന്വേഷിക്കാം. അവരിലേക്കാണ് നമ്മൾ പോകുന്നത്. തികച്ചും അവർ NCERT ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് തരുന്നുണ്ട്. ക്രാഷ് കോഴ്സിലേക്ക് റീജോയിൻ ചെയ്യാൻ പ്രധാന കാരണം അട്രാക്റ്റീവ് മെറ്റീരിയലാണ്. നല്ല രീതിയിലുള്ളൊരു പഠനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മെറ്റീരിയൽസിലും SCRT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മെറ്റീരിയൽസിലൂടെ ലഭിക്കുന്നു. ഈസിൽ കേട്ടറ്റിൻ്റെ ഒരു കോഴ്സിനാണ് ആദ്യമായിട്ട് വരുന്നത്. അതും ഇതുപോലൊരു ക്രാഷ് കോഴ്സായിരുന്നു. പിന്നീട് റീഡിങ്ങിനൊക്കെ എയ്സ് വന്നിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ വേറെ ഒരു കോച്ചിങ്ങിന് പോയൊരു പരിചയമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈ ക്രാഷിൻ്റെ വീഡിയോ കണ്ട് ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുക ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തികച്ചും അവർ NCERT ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബേസ് എന്നുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു ക്രാഷ് മുന്നോട്ട് പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഡേറ്റ് വന്നപ്പോൾ സിലബസ് കവർ ചെയ്യാത്തതിൻ്റെ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഈ ക്രാഷിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ തികച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രാഷ് വലിയൊരു നേട്ടമായിട്ടാണ് ഇപ്പം കാണുന്നത്. കാരണം അത്രയും പെട്ടെന്നാണ് LPUPയുടെ ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനി ബാക്കിയൊക്കെ ഈശ്വരൻ്റെ കയ്യിലും പിന്നെ നമ്മളെ കട്ട സപ്പോർട്ടാണ് നമ്മളെ മെൻറ്റർമാർ. ഞാനിവിടെ എയ്സിൽ സെൻറ്റർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ക്രാഷിൽ ഇവിടെ റീജോയിൻ ചെയ്യാൻ കാരണം ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നുകൊണ്ടുള്ള നല്ല രീതിയിലുള്ളൊരു പഠനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ LPUP റെഗുലർ A ബാച്ചിൽ പഠിച്ച സ്റ്റുഡൻ്റാണ്. LPUP ക്രാഷ് കോഴ്സിൽ പഠിക്കുന്നു. LPUP റെഗുലർ A ബാച്ചിൽ നിന്നും ക്രാഷ് കോഴ്സിലേക്ക് റീജോയിൻ ചെയ്യാൻ പ്രധാന കാരണം ഇവിടുത്തെ അട്രാക്റ്റീവ് മെറ്റീരിയലാണ്. ഓരോ ക്ലാസ്സിലും SCRT ബേസ്ഡ് ക്ലാസ് രൂപത്തിലാണ് നമുക്ക് അധ്യാപകർ ക്ലാസ് എടുത്തു തരുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് SCRT ബേസ്ഡ് ആയിട്ടുള്ള ഓരോ പ്രീവിയസ് PYQ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഓരോ ക്ലാസ്സുകളാണ് നമുക്ക് അധ്യാപകർ നൽകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ എയ്സിലെ സ്റ്റഡി മെറ്റീരിയൽസാണ്. വളരെയധികം അട്രാക്റ്റീവായ സ്റ്റഡി മെറ്റീരിയൽസാണ് ഓരോ ക്ലാസ്സിലും നമുക്ക് അധ്യാപകർ നൽകുന്നത്. LPUP ക്രാഷ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.